ഗ്യാരണ്ടിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക പടക്കങ്ങളും നമ്മളിപ്പോൾ ഈ സേഫ് സൈഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ പ്രോട്ടോക്കോളും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ പ്രോട്ടോക്കോൾ എല്ലാ ഒരു സീസൺ അല്ലെങ്കിൽ ഒരു ഒക്കേഷൻ ലക്ഷ്യമാക്കി ഒരു ബിസിനസ്സിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ബിസിനസ് രീതിയാണ് പോപ്പ് ഓഫ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. പോപ്പ് ഓഫ് ബിസിനസ് മോഡൽ തിരുവനന്തപുരത്ത് അനേകമുണ്ടെങ്കിലും നമുക്കിന്ന് വ്യത്യസ്തമായ ഒരു പോപ്പ് ഓഫ് ബിസിനസ് മോഡലിനെ പരിചയപ്പെടാം. സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി P&Bയുടെ വിഷൻ ടു ദ വെഞ്ചർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു ദീപാവലി കാലഘട്ടത്തിൽ സുപരിചിതനായ ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഭീമൻ പടക്കുകടയുടെ MD ആയ ശ്രീ വിഷ്ണുറാം. സ്വാഗതം. നമസ്കാരം. P&Bയുടെ ഉള്ളറിയുക എന്ന ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആദ്യമായി ഒരു അഡ്വാൻസ് ഹാപ്പി ദീപാവലി പറയുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഈ വിയറ്റ്നാമിലൊരു ഹാനോയ് ട്രെയിൻ സ്ട്രീറ്റ് ഉണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ട്രീറ്റിൽ മൊത്തം കച്ചവടക്കാരായിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രെയിൻ വരുന്നു, അതിന് നടുക്കൂടെ കച്ചവടമൊക്കെ നടന്നിരിക്കുന്നതിന് നടുക്കൂടെ ട്രെയിൻ വരുന്നു. അപ്പൊ അതെല്ലാം അവര് മാറ്റുന്നു. എനിക്കിവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് ഈ ശാസ്തമംഗലത്തിന്റെ, അതായത് 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു ചായക്കട ഉണ്ട്, ഹോട്ടലുണ്ടാവും, ജ്യൂസ് സ്റ്റോർ ഉണ്ടാവും, പിന്നെ ആധാരമെഴുത്തുണ്ട്. ഇതെല്ലാം മാറി ഒരേ പടക്കുകട. അപ്പം ഇതൊരു മാറ്റമാണല്ലോ. എന്താണ് ഈ ഇങ്ങനെ സ്ഥിരമായി എല്ലാ വർഷവും ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് നമുക്കൊരു സന്തോഷവും അതിൻ്റെതായ ഒരു പ്രോഫിറ്റും, പിന്നെ നമുക്ക് എന്താ പറയാ, ഇത് ചെയ്യുമ്പോൾ ഒരുപാട് പേരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ സന്തോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തത്. ഒന്ന്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറ്റും ഉള്ള കടകളും ഇപ്പൊ എന്റെ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലി ആവുന്ന സമയത്ത് ഇപ്പൊ ഈ ഇവിടുത്തെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇന്ന് തന്നെ എന്റെ ഗ്രൗണ്ട് ഇപ്പം തന്നെ കാണാൻ പറ്റി. അപ്പൊ നമ്മൾ ഈ സമയത്തിന് വെളിയിൽ നിന്നുള്ള 10-25 പേരോളം പയ്യന്മാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഷോപ്പുകളിൽ നിൽക്കുന്ന കുറെ സ്റ്റാഫുകളുണ്ട്. അപ്പൊ എപ്പോഴും അവര് വർഷങ്ങളായിട്ട് എന്റെ കൂടെ നിൽക്കുന്നവരാണ്. എല്ലാം കൂടെ 100ഓളം പേര്. അപ്പൊ 10-50-60 പേരോളം ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഞാൻ ഇതിന്റെ അകത്ത് ഇൻവോൾവ്മെന്റ് ചെയ്യാം. അപ്പൊ അതിൽ ചില 1-2 കടകൾ, ഇത് ബാക്കി എല്ലാ കടകളും ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അടച്ചിട്ടാണ്. അപ്പൊ അവരും കൂടെ ഇതിന്റെ അകത്ത് വന്നാലേ, കാരണം അവരെ എന്നെ പോലെ നിൽക്കത്തുള്ളൂ. അപ്പൊ വരുന്ന ഒരു ക്ലയന്റിന്റെ അടുത്ത് വേറെ ഒരു ബിസിനസ് എന്നതിലുപരി അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു റഷ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതികൾ, അവർക്ക് കൊടുക്കുന്ന ഓഫറുകൾ, പ്രത്യേകിച്ച് ഇപ്പം ഈ നമ്മൾ ഇൻട്രോ കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ. അപ്പൊ മെയിനായിട്ട് കുഞ്ഞുങ്ങൾ കാണുന്ന വെറും ഒരു പടക്കുകട എന്ന് പറയുമ്പോൾ കമ്പിത്തിരി, പൂക്കുറ്റി, തറച്ചക്കട എന്നുള്ള പഴയ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഇന്ന് വെറൈറ്റികളിലോട്ടായി. അപ്പൊ അത് തന്നെയാണ് ഭീമൻ പടക്കുകടയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാനൊരു 3-4 കൊല്ലം മുമ്പേ കാണിച്ച പല സാധനങ്ങളും ഇപ്പം പലരും അതൊരു വെറൈറ്റി തന്നെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ച ഒരു സാധനമാണ് നമ്മുടെ എന്താ പറയാ, നൂൽ പൊട്ടാസ്. അപ്പൊ ഞാൻ എന്റെ മേലെ കുറേ പോയിട്ടുണ്ട്. വെറും ഒരു നൂലാണ്. ആ നൂലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടും. ഞാനത് കാണിച്ചു തരാം സാധനം. അപ്പൊ അതൊന്നും, അതേപോലെ നമ്മളെ ബീഡി പടക്കുന്നല്ലോ, അത് തിരിയുള്ളതല്ല. ഇല്ല, നമ്മളത് വെറുതെ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര, ഇപ്പൊ ഞാൻ അതിന്റെ ഒരു ഇത് പോയപ്പോ തന്നെ അത് നല്ല മൂവ്മെന്റ് ഉണ്ട്. അതൊരു പ്രൈസ് ബേസില്ല, അതിന് 30 രൂപയുള്ളൂ, 20 രൂപയുള്ളൂ അതിന്. അപ്പൊ അതിന് എനിക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുക്കാതിരിക്കുന്നില്ല. അത് എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം, കുഞ്ഞുങ്ങളുടെ ഒരു ഇഷ്ടം തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഉൾക്കൊണ്ട് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. ലാഭം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്, പിന്നെ ബിസിനസിന്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു പ്രസ്ഥാനം നമ്മളുടെ ഈ ജനങ്ങളുടെയും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഓരോ കൊല്ലം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നെ ലീഗൽ സൈഡ് എന്ന് പറയുമ്പോഴാണ് നമുക്കിപ്പോ അടുത്തിങ്ങനെ കടകളുണ്ട്, അതിനെല്ലാം മാറ്റണം എന്ന ലീഗൽ സൈഡ് നമുക്ക് ഇതിന്റെ അധികാരികൾ തരുമ്പോൾ അതും ആ കണക്കായിട്ട് എല്ലാവരെയും അങ്ങനെ ഒഴിപ്പിക്കുന്നുണ്ട്. എല്ലാം വളരെ എന്താ പറയാ, നമ്മൾ ഉത്തരവാദിത്തോട് കൂടി ചെയ്യുകയാണ്. അപ്പൊ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇതിങ്ങനെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കണം. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ ഭീമൻ പടക്കുകട. ഞാൻ എക്സാമ്പിൾ ഇന്നലെ രാത്രി
ഞാൻ ഈ സാധനങ്ങളെല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാത്രി ആകുമ്പോൾ പയ്യന്മാരെല്ലാം ഒരു 10 മണിയാകുമ്പോൾ പോകും. അപ്പൊ ഞാനാണ് രാത്രി സെറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ കൂടെ ഉള്ള രണ്ടും ചെയ്തിട്ടുണ്ടെന്നും 12:15 മണിയപ്പോൾ ഒരു ആട്ടയില് ഒരു ഫാമിലി മൊത്തം വരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ 2 കൊച്ചു പിള്ളേർ വീട്ടിൽ ഉറങ്ങാൻ വിടുന്നില്ല. നിങ്ങൾ ഈ എഫ്എമ്മിന്റെ പരസ്യവും കണ്ട് തോക്കും കണ്ട് ഈ ഇതിലെല്ലാം കണ്ടിട്ട് പിള്ളേർ ഉറങ്ങൂലെന്ന്. ഭീമൻ പടക്കെടുക്കുന്ന തോക്ക് വാങ്ങിച്ച് എന്തോ ചെറിയ തോക്ക് അത് ഉണ്ടെങ്കിൽ ഉറങ്ങുള്ളൂ. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, മനസ്സിലായില്ലേ? കാരണം 12 മണി എന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തില് 8:30 മണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നു. ഇത് 12 മണിക്ക് ആട്ടയില് ഫുൾ ലോഡായിട്ട് വരികയാണ് തോക്കുമായി. പിന്നെ അവരൊന്ന് കുറെ സാധനം പർച്ചേസ് ചെയ്തു, അവർക്ക് കുറെ ഗിഫ്റ്റ് കൊടുത്തു. ആ കുഞ്ഞുങ്ങളെ അവര് പറയുന്നത് ഭീമനങ്ങളുടെ കടയിൽ ഇത് വാങ്ങിക്കണം, ഭീമനങ്ങളുടെ കടയിൽ ഇത് വാങ്ങിക്കണം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ പേര് തന്നെ മാറി, വിഷ്ണുറാം എന്ന് മാറിയിട്ട് ഭീമൻ വിഷ്ണു എന്നുള്ള രീതിയിലുണ്ടായത്. ഈ ശരിക്കും ഈ സംരംഭങ്ങൾ ഈ കൊണ്ടുവരുന്ന മാറ്റം ഉണ്ടല്ലോ. അപ്പൊ ഇതൊരു അതായത് ഒരു സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംരംഭത്തിൽ നിന്ന് ഒറ്റയടിക്ക് മാറ്റി വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നുള്ള പീരീഡ് കഴിയുമ്പോൾ തിരിച്ച് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനെ ബിസിനസ്സിലെ പോപ്പപ്പ് ബിസിനസ് സ്റ്റൈലിൽ അല്ലെങ്കിൽ അതൊക്കെ പറയാം. പക്ഷെ ഇവിടെ കുറെ ചലഞ്ചസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. എങ്ങനെ മാനേജ് ചെയ്യും? അല്ല, അത് മാനേജ് ചെയ്യുന്ന എപ്പോഴും അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന അവരുടെ എന്താ പറയാ വിൽ പവർ. ഇപ്പൊ നമുക്ക് ജീവിക്കണം. ഇന്നിവിടെ അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇതുമായിട്ട് കമ്പാരിറ്റീവ് പറയില്ല. ഇന്നിവിടെ മിക്കവരും 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ഗൾഫിലോട്ട് വിസ എടുത്ത് പോകും. ഈ നമ്മുടെ ഇവിടെ തന്നെ ജീവിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. മനസ്സിലായി? ഞാനിപ്പം ഓൾമോസ്റ്റ് എന്നെ അറിയാവുന്നതുകൊണ്ട് അറിയാം. ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് മലക്കറി കടയുണ്ട്, പിന്നെ ചായയുടെ കടയുണ്ട്, ടീ ഷോപ്പുണ്ട്, ജ്യൂസ് കടയുണ്ട്. ഇവിടെ എല്ലാം ഞാൻ എന്റെ ഒരുപാട് സ്റ്റാഫുകൾ ഇവരെല്ലാം ജീവിക്കുന്നില്ലേ. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ കുറെ പേർക്ക് ഞാൻ ബിസിനസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ജീവിക്കാനുള്ള ഇപ്പൊ ഞാനും അതിലൊരു പങ്ക് കിട്ടിയിട്ടാണ് ഞാനും ജീവിക്കുന്നത്. അപ്പം അവസരങ്ങളുണ്ട്. ചെയ്യാനുള്ള മനസ്സില്ലാത്തവർക്ക് പിന്നെ അവസരങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല. അതേപോലെ നമുക്ക് ഇപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ ബാക്കിയെല്ലാം ഒതുക്കിയിട്ട് ഇതിൽ തീർന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ 4-5 ദിവസം അല്ലെങ്കിൽ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ തിരിച്ച് ആ ബിസിനസ്സിലേക്ക് ഞാൻ പോവുകയാണ്. ഇതൊരു സീസൺ നമുക്ക് വരുന്നു. അത് കഴിഞ്ഞ് പിടിപ്പ് ഇതിപ്പോ ഏകദേശം 1 മാസമായിട്ട് ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഇതിന്റെ ബാക്കിൽ നിന്നായിരുന്നു. പിന്നെ ഇത് ഈ ഓപ്പണിംഗ് ആവുന്ന സമയത്ത് എല്ലാവരും കൂടെ നമ്മൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരാഴ്ച 7-8 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് മറ്റേതിലോട്ട് മാറുന്നു. പക്ഷെ അത് നമ്മളൊരു വിൽ പവറാണ്. ഇത് കൺട്രോളിങ് ഒരു പവർ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയാ നമ്മളൊരു എല്ലാം നമ്മൾ കാരണം ഞാൻ കാലത്ത് 4 മണിക്ക് എണീക്കുന്നു. ഇന്നലെ ഞാൻ 3-3:15 മണി ഇവിടുന്ന് പോയപ്പോ തിരിച്ച് ഞാൻ 4:45 മണിയപ്പോൾ എണീറ്റു. അപ്പൊ എല്ലാവരും പറയും അത് നിങ്ങളുടെ പൈസ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സാധനം കിടക്കുന്നത്. അല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ എന്തൊരു കാര്യത്തിലും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ബിസിനസ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറച്ചിട്ടോട്ടാണ് പോകും. അപ്പൊ റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയും ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ അവസരങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അന്യദേശത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും. ഇനി ചോദ്യം ഡയറക്റ്റ് ആയിട്ട് വരാം. ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ് പടക്കട നടത്തുമ്പോൾ. എന്തിന് ഭീമൻ പടക്കടയിലേക്ക് ആൾക്കാർ വരണം? ഒരു ചുരുങ്ങിയ 1-2 ഒരു USP ആയിട്ട് പറയാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമല്ല, പ്രവൃത്തിയിലാണ് കാര്യം ഇരിക്കുന്നത്. അതാണ് സിമ്പിളായിട്ട് പറയുന്നത്. കാരണം നമുക്ക് പരസ്യം എന്ത് വേണോ ഇടാം. ഇപ്പൊ 1 രൂപയ്ക്ക് പടക്കമുണ്ട്, 50 പൈസയ്ക്ക് പടക്കമുണ്ട്, ശിവകാശി വിലയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയല്ല ഒരിക്കലും. ഇപ്പൊ ഞാൻ കഷ്ടപ്പെടുന്നത് എന്റെ ഇത്രയും പേര് ഇവർക്കെല്ലാം പൈസ കൊടുക്കാൻ. ഇപ്പൊ എത്ര നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ അടുത്ത ജോലിക്കാരൻ പൈസ കൊടുക്കാൻ നിൽക്കുമോ? നിൽക്കത്തില്ല. അപ്പൊ അവർക്ക് ഇതിന് കിട്ടുന്ന ലാഭം എടുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ശിവകാശിയിൽ നിന്ന് വാങ്ങിച്ച അതേ റേറ്റിന് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ശിവകാശി റേറ്റിന് കിട്ടുന്നതല്ല. പിന്നെ എടുക്കുന്ന ലാഭത്തിൽ നമ്മളൊരു ന്യായമായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സാധനം 10 രൂപ വാങ്ങിച്ചു, അതിന് GST 18% നമ്മൾ കൊടുത്തു. പിന്നെ ഇതിന് നമുക്ക് ഇവിടെ നിൽക്കുന്നവരുടെ എക്സ്പെൻസ് കാര്യങ്ങൾ അത് നോക്കി നമുക്ക് മാന്യമായിട്ട് ഒരു പ്രോഫിറ്റ് ചെറുതായിട്ട് എടുത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കോമ്പറ്റീവ് നമ്മളിത് ഇന്നും ഇപ്പോഴും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. കാരണം ഇത് ജനങ്ങളുടെ ഇടയിലോട്ട് ഇത് പോയി കഴിഞ്ഞാൽ മാത്രമേ ജനം ഇപ്പോൾ ഒരാൾ വന്നിവിടെ ഇപ്പം തന്നെ ഗിഫ്റ്റ് ബോക്സ് ഒരു ജസ്റ്റ് ഒരു സിമ്പിളാണ്. സാധാരണ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഭീമൻ പടക്കടയിൽ ഇപ്പൊ ഗിഫ്റ്റ് ബോക്സിനോട് കാണുന്ന തിരക്ക് കണ്ടോ? അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണം. സാധാരണ ഒരു വീട്ടുകാരൻ വന്ന് വാങ്ങിക്കുന്നത് എല്ലാവർക്കും 1000, 2000, 3000, 10,000 വാങ്ങിക്കാൻ പറ്റത്തില്ല. സാധാരണ വീട്ടുകാരുണ്ട്. സാധാരണ 300 രൂപയ്ക്ക് 400 രൂപയ്ക്ക് ഒരു വീട്ടു ജോലിക്ക് പോകുന്ന ഒരു അമ്മമാര് കാണും. പിന്നെ അങ്ങനെ കാലും വയ്യാത്തവർ ചെറിയ ലോട്ടറി വിൽക്കുന്നവർ കാണും. അവർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ വരുമാനം 200 ആയിരിക്കും, 500 ആയിരിക്കും. അവരും ദീപാവലി ആഘോഷിക്കണ്ടേ? അപ്പൊ 400 രൂപയുടെ ഗിഫ്റ്റ് ബോക്സ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്തൊരു 3-4 പാക്കറ്റ് കമ്പിത്തിരി, പച്ച, പിന്നെ ഇത് റെഡ്, പിന്നെ ഒരു ചെറിയ കമ്പിത്തിരി, ഒരു ചെറിയ പാക്കറ്റ് 10 പീസ് വരുന്ന തറച്ചക്രം, 10 പൂക്കുറ്റി, പിന്നെ ഒരു ചെറിയ 10 പീസ് വരുന്ന ചാട്ട, കയറ്, പാമ്പ് ഗുളിക, കിറ്റ്കാറ്റ്, ഇങ്ങനത്തെ കുറെ ഐറ്റംസ് എല്ലാം കൂടെ വെച്ച് ചെറിയൊരു ബോക്സ് ആയിട്ട് 400 രൂപയേ ഉള്ളൂ.
ശരിക്കും അവർ ആഘോഷിക്കട്ടെ. പിള്ളേർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യുന്നു. അതിന്റെ തൊട്ട് മേലുണ്ട്. ഞാനിപ്പം ഈ പറഞ്ഞ പോലെ അതില് വെടി ഐറ്റംസ് ഇല്ല, കൂടുതലും ക്രാക്കിൾസ് ആണ്. ഒരു നമ്മുടെ മലയാളികളുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഈ പടക്കിന് ഏറ്റവും ആകർഷണം എന്ന് പറഞ്ഞാൽ കമ്പിത്തിരി, പൂക്കുറ്റി, തറച്ചക്രം. ഈ പൂക്കുറ്റിയിൽ തന്നെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30-35ഓളം വെറൈറ്റികളുണ്ട്. നമുക്ക് ഏതായാലും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം തന്നെ ഇത് ഗത, ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഭീമന്റെ ഗതയാണ്. ഇതിന്റെ ഒരു സാധനം തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്. പണ്ട് ഇറങ്ങുന്നത് ഒരു നൈസായിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഇത് നല്ല സ്ട്രോങ് അല്ല, ഒരു കുഴപ്പമില്ല. ഇത് നട്ടലായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇത് ക്രാക്ലിംഗ് ആണ്. ഇതിലിപ്പം വേറെ ഒരു സേഫ് സൈഡാണ്. ഇതെടുത്ത് ഇങ്ങനെ ലോങ് ചെയ്യുന്ന കത്തിക്കുക. നല്ല ഇപ്പം ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പണ്ട് മറ്റേ വാളുണ്ടായിരുന്നു, വാളിപ്പോഴും ഉണ്ട്, ബൈ ദ പവർ ഓഫ് ഹീ മാൻ എന്നെല്ലാം പറയും പിള്ളേർ. അതേപോലെ ഇപ്പം ഗതയാണ്. അപ്പൊ ഇത് ക്രാക്ലിംഗ് ആയിട്ട് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് കളിപ്പാട്ട് ഒരു കുട്ടിക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ വെളിയിൽ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഇതേപോലെ ഒരു സാധനം ഒരു കളിപ്പാട്ട് ഷോപ്പിൽ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഇതിനൊരു 500 കൊടുക്കേണ്ടി വരും. ഇതിപ്പോ നമ്മളിവിടെ കൊടുക്കുന്നത് 200, 300, 350, ഇതിന്റെ ഓരോ കാറ്റഗറി ഉണ്ട്. ആ റേഞ്ചിലാണ് ഇത് കൊടുക്കുന്നത്. ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പൊ ഇതെല്ലാം ഫൗണ്ടൻ ടൈപ്പുകളാണ്. ഇതിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിന്റെ തന്നെ എന്താണ്ട് ഈ കണ്ടില്ലേ, ഇത് ഗിത്താറ്. പാട്ട് പാടാനൊന്നുമില്ല, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ക്രാക്ലിംഗ് ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പോ എത്ര പടക്കം എന്തായാലും പടക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം അത് ഈ മോഹൻലാലിന്റെ ഡയലോഗ് പോലെയാണ്, എന്താ പറയാ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും. അതേപോലെയാണ് ഈ ഒരു സാധനം. പടക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർത്തിയാണ്. പക്ഷെ ഇത് കൊളുത്തുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മുതിർന്നവർ വളരെ സൂക്ഷിക്കുക. കാരണം നമുക്ക് ഇതെല്ലാം കത്തിക്കേണ്ട ഒരു ഡിസ്റ്റൻസ്. ഇപ്പൊ ഇതിൽ കത്തിക്കുന്നെങ്കിൽ അവർ പറഞ്ഞിട്ടൊരു ഡിസ്റ്റൻസ് ഇങ്ങനെ പിടിച്ച് കത്തിക്കില്ല. ഇതിനെ വെച്ച് ഇങ്ങനെ വെച്ച് കത്തിച്ചിട്ട് ഇവിടുന്ന് പടക്കം വാങ്ങിച്ചോണ്ട് മുഖം പൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയില്ല. കാരണം ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, ഇത് ഓരോരുത്തരും മാനുഫാക്ചർ ചെയ്ത് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് സാധനമെല്ലാം നമ്മളെല്ലാം ഗ്യാരണ്ടിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക പടക്കങ്ങളും നമ്മളിപ്പോ ഈ സേഫ് സൈഡ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ പ്രോട്ടോകോളും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ പ്രോട്ടോകോൾ എല്ലാം നമ്മളിപ്പോഴത്തെ സ്റ്റാൻഡേർഡ്. കാരണം ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ഈ പുക മലിനീകരണം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് 3 കൊല്ലം കൊണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളിലും ഇപ്പൊ ഇതിലെല്ലാം നമ്മൾ ഈ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. നമുക്ക് ഇതുണ്ട്, ഇതിലെല്ലാത്തിലും ഉണ്ട്. നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഇതാ വരുന്നു. ഇത് ഗ്യാസ് കുറ്റി. ഈ ഗ്യാസ് കത്തിക്കുമ്പോ ഇതിൽ നിന്നൊരു സ്മോക്കും പിന്നെ ഫിൽറ്ററിങ് എല്ലാം വന്നിട്ട് നല്ലൊരു വെടിയോട് കൂടി ഇങ്ങനെ കള്ള പേപ്പേഴ്സ് പൊടിച്ച് അങ്ങനെ ഇതെല്ലാം ഒരു വെറൈറ്റി ആണ്. അതേപോലെ കളർ ബോൾസ് വരുന്നുണ്ട്. ഇത് കത്തിക്കുമ്പോൾ ചെറിയ ഇതിങ്ങനെ സ്മോക്ക് പോലെ വന്നിട്ട് ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു 3-4 കൊല്ലങ്ങളായി ജ്യൂസ് കുടിക്കണം. സെയിം പാക്കിംഗ് ആണ്. ഇതൊരു ക്രാക്ലിംഗ് ആണ്. കാരണം ഇതെല്ലാം പാക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ കണ്ട ഫുള്ള് സാധാരണ പാക്ക് പോലെ വരുന്നതാണ്. കാരണം അത്ര ക്വാളിറ്റി. പിന്നെ കാറ്, ഇത് പിന്നെ എന്താ പറയുക, തണ്ണിമത്തൻ, പിന്നെ സൂപ്പർമാൻ. ഈ ഒരു സെക്കൻഡ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മള് ഇതൊരു വെറൈറ്റി സാധാ ഫൗണ്ടൻ അല്ല. ഈ ബാക്കിലാണ് ഇതിന്റെ വർക്കിംഗ്. ഇത് ആദ്യം വന്നൊരു ഗോൾഡൻ ഗ്ലിറ്ററിങ് പോലെ വരും. ദെൻ അതിൽ നിന്ന് 2 ബോൾസ് 2 കളറിലായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. പിന്നെ അതിന്റെ മേളിൽ ഏറ്റവും വന്നിട്ട് ഈ പിങ്ക് കളറിൽ പോകും. ഇത് വെറൈറ്റിയാണ്. ഇത് പിന്നെ എന്താ പറയാ, ഫിഷ്, ബട്ടർഫ്ലൈസ്, പിന്നെ ഹാമർ, അങ്ങനെ ഞാൻ ഫൗണ്ടന്റെ ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ കമ്പിത്തിരി എന്നെല്ലാം പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ അത്ര 75-80 സെന്റിയോളം എന്റെ ഒരു 1/4 വരുന്ന കമ്പിത്തിരിയാണ്. ഒരു കുഞ്ഞിന്റെ അത്ര ഹൈറ്റ് ഉണ്ട് കമ്പിത്തിരികൾ. കമ്പിത്തിരി വന്നിട്ട് ഓറഞ്ച് ഉണ്ട്, പിങ്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്, മെർക്കുറി ഉണ്ട്, പിന്നെ മിക്സിംഗ് കളേഴ്സ് ഉണ്ട്, ഗ്രീനും റെഡും കൂടെ മിക്സ് ചെയ്ത് വരുന്നതുണ്ട്. കമ്പിത്തിരിയുടെ ഒരു 20-22 ഐറ്റത്തോളം ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ആകർഷണം. കാരണം ഞാൻ 1 മാസം കൊണ്ട് ഇതിന്റെ ബാക്കിൽ നിന്ന് കൂടെയാണ് പ്രോഡക്റ്റ് കണ്ടെത്തുന്നതിലും. കാരണം മിക്ക കടകളിലും പോയി ഇത്രയും വെറൈറ്റി ചൂസ് ചെയ്ത് വാങ്ങിക്കുന്നെങ്കിൽ ഭീമൻപട കട തന്നെയാണ്. അതാണ്. ഇല്ലാന്ന് ഒരു വീട്ടിൽ 2 കമ്പിത്തിരി കൊണ്ട് കത്തിക്കണം അല്ലെങ്കിൽ ഒരു പൂക്കുറ്റി കത്തിക്കണം എന്നൊരു കൺസെപ്റ്റിൽ വരുന്നതാണ്. പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് വാങ്ങിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ ഗിഫ്റ്റ് ബോക്സ്. 400 രൂപ, 600 രൂപ, 800 രൂപ. ഇതെല്ലാം ക്രാക്കിങ്സ് ആണ്. ഇതിൽ വെടിയില്ല. പിന്നെ ആ വലുതിൽ മാത്രം ഒരു ചെറിയ നമ്മൾ 50 വെടിയുള്ള ചെറിയ ബിജിലി, അത് കുഞ്ഞി കത്തിയത് അത്രേ ഉള്ളൂ. ഓക്കെ. എനിക്കറിയാം തിരക്കായിട്ടുള്ള സാഹചര്യമാണ്. അതിൻ്റെ ഇടയിലും കുറച്ച് സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്ത താങ്കൾക്ക് PNBയുടെയും വിഷൻ ടു വെഞ്ചറിൻ്റെയും
എല്ലാ ആശംസകളും. ഇത് പ്രചോദനമായി വീണ്ടും 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 ഇത് ചെയ്യാനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ചെയ്യാനുള്ള, കാരണം 100ഓളം പേരാണ് ഇതുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ അവർക്കെല്ലാം ഒരു ഉപജീവന മാർഗം കൂടെ ആണല്ലോ. അപ്പം അതെല്ലാം കണക്കിലെടുത്ത് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. PNBയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും PNBയുടെ എല്ലാ അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ഈ കൂടെ നിന്ന് നിൽക്കുന്ന ഇതിന്റെ ഒരു ക്യാമറ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ഇത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, കാരണം എനിക്കും ഇത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഇതിപ്പം അവരുടെ സ്ഥാപനങ്ങൾ പോലും നമ്മളെ സപ്പോർട്ടീവാണ് നിൽക്കുന്നത്, മീഡിയാസ് തന്നെയാണ്. അപ്പൊ ആ ഒരു സംരംഭത്തിൽ കൂടെ PNB വരുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങളുടെ ഈ എന്താ പറയാ ആഴ്ചകളും മാസങ്ങളെല്ലാം നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ വിളിക്കാറുണ്ട്. അതായത് ഈ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് നല്ലതാണത്. ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് എല്ലാം വേണം. കാരണം അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു കച്ചവടം അങ്ങനെ പറയുന്നവരെ നമ്മളെ വിളിച്ച് ട്രെയിനിങ് കൊടുത്ത് മോട്ടിവേഷൻ കൊടുത്ത് അവർ ആ ബിസിനസ്സിലേക്ക് പ്രയോജനം കൊടുത്ത് വളരെ നല്ലതാണ്. ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു സമയം കണ്ടെത്തി ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ മറ്റുള്ളവരായിട്ട് നിങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ ബിസിനസിന്റെ കാര്യങ്ങൾ നിങ്ങൾ അത് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വളരെ നല്ലത്. ഇപ്പം തന്നെ നിങ്ങളിപ്പോ ഈ വർഷമാണ് നിങ്ങൾ തീർച്ചയായിട്ടും എന്നോടൊപ്പം സഹകരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി ശാസ്തമംഗലം ഭീമൻ പടക്കടയുടെ 1000 ദീപാവലി ആശംസകൾ നേരുന്നു. നന്ദി.